our Bible to Matthew's Gospel, chapter 5, verse 3. ഒന്ന് വായിക്കാമോ? Yes, one of you please read that in English too. ഒരു വേദഭാഗമാണ് അല്ലേ? താല്പര്യപ്പെടുന്നതായ വിഷയം, the heading of this talk or sermon is the blessings of being poor in spirit. അനുഗ്രഹം. Praise the Lord. Hallelujah. നമ്മുടെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, പുതിയ നിയമത്തിൽ പ്രത്യേകിച്ച് പുതിയ നിയമവും തക്കവണ്ണം കഴിയും. In between Old Testament period and New Testament period there was about 400 years of gap നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. എന്നാൽ ആ സമയത്തെക്കുറിച്ച് ദൈവവചനത്തിൻ്റെതായ പഠിതാക്കൾ പറയുന്നത്, ഒരു മൗനത്തിൻ്റെതായ, അല്ലെങ്കിൽ ആ സമയത്ത് ദൈവവചനം വേണ്ടുന്നതായ നിലയിൽ കേൾക്കുവാനോ മനസ്സിലാക്കുവാനോ കഴിയാത്തതായ ഒരു ബ്രാക്കറ്റ് പീരീഡായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. പക്ഷെങ്കിൽ അറ്റ് ദ ഫുൾനെസ് ഓഫ് ടൈം to this world, എന്തിനു വേണ്ടിയാണ് കർത്താവ് തൻ്റെ മകൻ, അല്ലെങ്കിൽ ആ പിതാവായ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് എന്തെന്ന് ചോദിച്ചാൽ, അറ്റ് ദ ഫുൾനെസ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ കാലത്തിൻ്റെതായ തികവെങ്കിൽ, ഹല്ലേലൂയ, പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. എന്തിനു വേണ്ടിയാണ്? നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ മടക്കിക്കൊണ്ടുവരുവാൻ. ഹല്ലേലൂയ. Back all the mankind back to the loving God, hallelujah, the almighty God. അപ്പോൾ കർത്താവിൻ്റെതായ പ്ലാനിൽ പെട്ടതായ ഒരു പദ്ധതിയായിരുന്നല്ലോ, പിതാവായി ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട കാര്യമായിരുന്നു തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു കഴിയുന്നുണ്ട്. അല്ല, ഞാൻ ഇന്ന് പകൽക്കാലം സംസാരിപ്പാൻ തക്കവണ്ണം പോകുന്നത് ഈ പ്രസംഗം, അല്ലെങ്കിൽ ഈ കാര്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷം 5, 6, 7 എന്നുള്ള അധ്യായങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് കർത്താവിൻ്റെതായ പർവ്വത പ്രസംഗം എന്നുള്ളതായ നിലയിലാണ് മനസ്സിലാക്കുന്നത്. ദ മൗണ്ടൻ സെർമൺ, ഹല്ലേലൂയ, ദ സെർമൺ ഓൺ ദ മൗണ്ടൻ, ഹല്ലേലൂയ എന്നുള്ളതായ നിലയിലാണ് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഇവിടെ കർത്താവ് അവരോട് ചില കാര്യങ്ങൾ പിടികിട്ടുവാൻ തക്കവണ്ണം കഴിയും. പശ്ചാത്തലം എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ, ഹല്ലേലൂയ, അവിടെ പ്രത്യേകിച്ച് യഹൂദന്മാരുടെ മധ്യത്തിൽ, അവരുടെ വിശ്വാസത്തിൻ്റെതായ മധ്യത്തിൽ, അവരുടെ കൂട്ടത്തിൽ ഫാരിസീസ് ആരാണ്? അവർക്ക് ദൈവത്തിൻ്റെ യോഗ്യതയില്ലാത്തവരാണ്. അവരാണ് സമ്പന്നർ, ആത്മീയമായ സമ്പന്നത ഉള്ളവര് അവരാണ് ഉപവസിക്കുന്നത്. അപ്പോൾ അവർക്ക് അവരെക്കുറിച്ച് ഉള്ളതായ പലതരത്തിലുള്ളതായ അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട്. ഹല്ലേലൂയ. അവർ മറ്റുള്ളവരെക്കാളെല്ലാം മിടുക്കരാണ് എന്നൊരു തോന്നല് അവർക്കുണ്ട്. എന്നാൽ
ദൈവമായി കർത്താവ്, പ്രത്യേകിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കടന്നു വന്നിരിക്കുമ്പോൾ ആമേൻ, ഒരു റാഡിക്കൽ ഷിഫ്റ്റ് ഇൻ വാല്യൂസ്, ഹല്ലേലൂയ, ഒരു വലിയ വിപ്ലവകരമായ ഒരു വ്യത്യാസം തന്നെയാണ് കർത്താവ് അവിടെ കൊണ്ടുവരുന്നത്. അവിടെ കൊണ്ടുവരുന്നത് എന്താണ്? കർത്താവ് പറയുന്നത്, we need to have a poverty, a mind, set of poverty. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, യേശുവിൻ്റെ കാലത്ത് അവരിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് ഉള്ളതായ പ്രോപ്പർട്ടി ഉള്ളവരെയൊക്കെ കണ്ടിട്ട് നമ്മൾ സാധാരണ നിലയിൽ നമ്മളെന്ത് പറയും? ഇവൻ ആരായിരിക്കും? ഭാഗ്യവാൻ എന്ന് പറയാറുണ്ട് അല്ലേ? ഭാഗ്യവാൻ എന്ന് പറയാറുണ്ട്. എന്നാൽ കർത്താവ് പറയുന്നത് അത് തന്നെയായിരുന്നു. ഹല്ലേലൂയ. യഹൂദന്മാരുടേതായ കാലത്തും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെതായ സമയത്തും അങ്ങനെ ഒരു ധാരണ അവർക്കുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് ആ ധാരണയെ മറിച്ചിട്ട് പറയുകയാണ്, കർത്താവോടൊരു മാറ്റം കൊണ്ടുവരികയാണ്. കർത്താവ് പറയുകയാണ്, ആത്മാവിൽ ദരിദ്രനായി is the kingdom of God. Blessed, hallelujah, amen, ധനവാൻ അല്ല, amen, blessed ആയിരിക്കുന്നത് ആത്മാവിൽ ദരിദ്രനായിരിക്കണം എന്നുള്ളതായ വിഷയമാണ് ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. അപ്പോൾ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെടുന്നതായ വിഷയം, ഒന്നാമത്തെ വിഷയം എന്തെന്ന് ചോദിച്ചാൽ, റിക്കഗ്നിഷൻ ഓഫ് സ്പിരിച്വൽ പോവർട്ടി. ഹല്ലേലൂയ. എന്താണ്? ആത്മീയ ദാരിദ്ര്യത്തിൻ്റെതായ ഒരു അംഗീകാരം നമുക്കുണ്ടായിരിക്കണം. നമുക്കൊരു 1-2 വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. ഒന്ന് വായിക്കാമോ? യെശയ്യാ പ്രവചനം, ബുക്ക് ഓഫ് ഐസയ്യ, ചാപ്റ്റർ 57 വേഴ്സ് 15. Amen. Praise the Lord. Please read that in English also. ആമേൻ. ഇവിടെ നമുക്ക് കാണാൻ തക്കവണ്ണം യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നതായ ആ വിഷയവുമായിട്ടൊന്ന് ലിങ്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. So when we go through this passage, our Jesus is trying to link the Old Testament prophecy about poverty in spirit. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. അവിടെ വായിച്ചത് എന്താണ്? ആമേൻ, ഹല്ലേലൂയ. I live in a high and holy place, but also with the one who is contrite and lowly in spirit, to revive the spirit of the lowly and to revive the heart of the contrite. Hallelujah. എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, താഴ്മയുള്ളവരോട്, ഹല്ലേലൂയ, മനസ്താപമുള്ളവരോട് ദൈവ സാന്നിധ്യം. അടിക്കുന്നതായ പ്രിയപ്പെട്ടവർ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? ഒന്നുമില്ല. ആമേൻ. നമ്മുടെ അതായത് അവർക്ക് ചിലപ്പോൾ ആഹാരം കഴിക്കാൻ കാണുകയില്ല. ഹല്ലേലൂയ. നന്നായിട്ട് ഉള്ളതായ നല്ല ഒരു കിടപ്പാടം കാണുകയില്ല. പക്ഷെങ്കിൽ അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും എന്താണ്, ഭയങ്കരമായ റോയൽ ഫാമിലിയിൽ ജനിച്ചതായ വ്യക്തിയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം അവരുടെ
കെട്ടും മട്ടും ഒക്കെ അങ്ങനെ ആയതുകൊണ്ടാണ്. അതേസമയം തിരിച്ച് ഇഷ്ടംപോലെ കാശുള്ളവരായിരിക്കാം, അവരെ കണ്ടു കഴിഞ്ഞാൽ അവൻ, അതായത് ഒരു തരത്തിലും ഒരു വിധത്തിലും അവൻ ആൾക്കാരെയും കണ്ടേക്കാം. നമ്മൾ കർത്താവ് പറയുന്നത്, ഹല്ലേലൂയ, നിങ്ങൾ ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ ഞങ്ങൾ ദൈവമായി കർത്താവിന്റെ ഉണ്ട് എന്നുള്ളതായ ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. എനിക്കൊരു നട്ടവുമില്ല, എനിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞതായ ഹല്ലേലൂയ ആ ലവോദിക്ക സഭയോട് കർത്താവ് പറയുന്നത്, നീ ആരാണ്? നീ അരിഷ്ടനാണ്, നീ ദരിദ്രനാണ്, ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കർത്താവാണ് നമ്മെ കാണുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമ്മൾ ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കുവാനുള്ളതായി your spirituality, personal spirituality. നമ്മുടെ ആത്മീയമായ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ ആത്മീയത്തിൽ കർത്താവിൻ്റെതായുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് സംതൃപ്തി ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. If we can say yes, that's hallelujah. So we have to come up with, we need to have a desire to grow spiritually. Praise the Lord. We need to have a eagerness to grow spiritually. നമുക്ക് വളരുവാൻ തക്കവണ്ണം കർത്താവ് അതാണ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. പരീശന്മാരെ നോക്കിയിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, അവര് സമ്പന്നരാണ്. കർത്താവ് അവോയ്ഡ് ചെയ്തൊരു കൂട്ടരാണ് പരീശന്മാരുടേതായ കൂട്ടര്. ഹല്ലേലൂയ. അവർ കർത്താവ് പലപ്പോഴും സംസാരിച്ചിട്ടുള്ളതായ സമയത്ത് പരീശന്മാര് അവരുമായിട്ട് എപ്പോഴും ഒരു ആർഗ്യുമെന്റലായിട്ടുള്ളതായ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു നമ്മുടെ കർത്താവിന്. കാരണം ഹല്ലേലൂയ, അവർ ചെയ്യുന്നതെല്ലാം ദൈവം അംഗീകരിക്കുന്ന കാര്യമല്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത് ഒരു ആത്മീയമായ ഒരു ദാരിദ്ര്യത്തിൻ്റെതായ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വന്നു കഴിഞ്ഞാൽ ഹല്ലേലൂയ, വിനയമുള്ളവരെ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ താഴ്ത്തുന്നവരെ ദൈവം ഉയർത്തുമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് ആ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ 3-ാം അധ്യായത്തിൻ്റെതായ 17-18 വാക്യത്തിൽ ഇങ്ങനെയാണ് വായിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച് പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. നമ്മെ നോക്കുന്നുണ്ട്. നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുമ്പോൾ ഹല്ലേലൂയ, എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെല്ലാവരും ആരാണ്? ആമേൻ, ആത്മീയത്തിൽ തികഞ്ഞവരാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നു. അങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെങ്കിൽ ഹല്ലേലൂയ, ദൈവം നമ്മളെ ഹല്ലേലൂയ ദൈവം നമ്മെ സ്കാൻ ചെയ്യുമ്പോൾ ഹല്ലേലൂയ, നമുക്കറിയാമല്ലോ, ഹല്ലേലൂയ, ശരീരത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ കുഴപ്പം മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഈ സമയത്ത് അവൻ വിവിധ തരത്തിലുള്ളതായ thing.
Praise the Lord. Hallelujah. Without blemish and without spot. Hallelujah. 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 That blemish or stain from our lives, we need ദൈവമായ കർത്താവിൻ്റെതായ സന്നിധിയിൽ വളരുവാൻ തക്കവണ്ണമുള്ളതായ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ഹല്ലേലൂയ നമുക്കത് റിമൂവ് ചെയ്യുവാൻ തക്കവണ്ണം കഴിയുള്ളൂ. ഇപ്പം നിങ്ങളൊന്ന് ഓർത്തേ, നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കേ. ഇപ്പം ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ മുഖത്ത് if you are pointing out some sort of black, കറുത്ത പാടുണ്ടെന്ന് എന്നോട് ഓർമ്മിപ്പിക്കാതിരിക്കട്ടെ. എനിക്ക് 2 ഓപ്ഷൻ ഉണ്ട് അല്ലേ? ഐ ഹാവ് 2 ഓപ്ഷൻ. എന്താണ്? ടു വൈപ്പ് ദാറ്റ് ഓഫ്, അതർവൈസ് ടു കീപ് ദാറ്റ് ഓൺ. 2 ഓപ്ഷൻ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെതായ സ്കാനറിന് മുമ്പിലായിരിക്കുമ്പോൾ, ദൈവവചനം നമ്മെ സ്കാൻ ചെയ്യുമ്പോൾ, ദൈവത്തിൻ്റെ only with the grace of God, hallelujah, only with the help of God, only with the anointing of the Holy Spirit, we can grow spiritually. And we have to admit that. നമ്മൾ അത് മനസ്സിലാക്കേണ്ട. ചോദിച്ചാൽ ഡിപ്പെൻഡൻസ് ഓൺ ഗോഡ്സ് ഗ്രേസ്, ദൈവകൃപയിലുള്ളതായ ആശ്രയ. When we come to the book of Ephesians chapter 2 verse 8 and 9, അവിടെ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? കൃപയാലല്ലോ നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനം എത്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമില്ല. For it is by grace you have been saved through faith, and that this is not from yourself, it is a gift of God. സംസാരിക്കുമ്പോൾ ദൈവകൃപയിലുള്ളതായ ഹല്ലേലൂയ ഒരു ആശ്രയം നമുക്കുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ശക്തിയല്ല, എൻ്റെതായ മിടുക്കല്ല, ഹല്ലേലൂയ, ദൈവകൃപയാണ് എന്നെ അതായത് വളരുവാൻ തക്കവണ്ണം സമ്മതിക്കുന്നത് അല്ലെങ്കിൽ അനുവദിക്കുന്നത് എന്നുള്ളതായ ഒരു ചിന്ത നമുക്കുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിക്കുന്നത് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാ? കൃപയാലാണ്. നാം കൃപയാലാണ് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നാം കൃപയാൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നതായി നാം രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ എവിടെയാ? കൃപയാൽ നാം രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ എവിടെയാ?
നാം കർത്താവിൻ്റെ സന്നിധിയിലാണ്. When we accept Jesus as our personal Savior, when we saved, we become the members of the God's family. Hallelujah. Upon, so in order to remain in God's family, praise the Lord, ദൈവമായ കർത്താവിൻ്റെതായ കുടുംബത്തിൽ നമുക്ക് നിലനിൽക്കണമെങ്കിൽ we need grace day by day. The grace of God day by day. Praise the Lord. The grace that we received yesterday is me now. The received grace yesterday or last week, that is not good enough. Like the people day by day. Praise the Lord. For that day they collected the manna. Praise the Lord. Likewise, when we come to the presence of God, we need the grace of God for today. Hallelujah. For tomorrow. Hallelujah. We will again, wait for the grace of God. Day by day we have to അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, കർത്താവിൻ്റെതായ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവജനമേ, അപ്പോൾ we need to have a dependence on God's grace. നമ്മൾ കർത്താവിൻ്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാണ്. Hallelujah. We claim ourselves, we have been redeemed by the grace of God. Now you have to remember, in order to remain, what's happening? Praise the Lord. Hallelujah. We need to remain the grace of God. നമുക്ക് ദൈവത്തിൻ്റെ കൃപയിൽ നിലനിൽക്കണം. Praise the Lord. Hallelujah. അതിന് വേണ്ടുന്നതായ സംഗതി എന്താണ്? സങ്കീർത്തനക്കാരൻ ഒരു കാര്യം പറയുന്നുണ്ട്. സങ്കീർത്തനം 51:17 ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ ഹരണയാഗങ്ങൾ, തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുന്നില്ല. Praise the Lord. Hallelujah. My sacrifice, oh God, is a broken spirit, a broken and contrite heart. You, God, will not despise. Hallelujah. നാം ദൈവത്തിൻ്റെ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ, അതിൻ്റെ അർത്ഥം എന്താണ്? തകരുക എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ അർത്ഥം? ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ തകരുക എന്ന് പറഞ്ഞാൽ നമ്മെ തന്നെ ഒന്ന് തകർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബ്രോക്കൺ ഹാർട്ട്, എ കോൺട്രൈറ്റ് ഹാർട്ട്. ദൈവസന്നിധിയിൽ നമ്മൾ പലതും, നമ്മെക്കുറിച്ച് നമുക്കൊരു പല ഐഡിയാസ്, എനിക്കൊന്നിനും മുട്ടില്ല, എനിക്ക് ഒരു കുറവും. ഹല്ലേലൂയ. ഞാൻ ഒന്നുമല്ല, ഞാൻ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്, ഞാൻ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്, ഞാൻ നടക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്, ഞാൻ സംസാരിക്കുന്നത് ദൈവത്തിൻ്റെ തന്നെ സഹായിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത് എന്ന് പറഞ്ഞു നമ്മെ തന്നെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ, നാം നമ്മെ തന്നെ ഇല്ലാതാക്കുകയാണ്. We make ourselves empty in the presence of God. There is nothing. We are walking because He's enabling us to walk. We are walking because He's enabling us to work. We are working because He's enabling us to talk. We are talking because He's enabling us to work and interact. We are doing everything. Hallelujah. Everything. Hallelujah. Only because of God's grace. When we submit ourselves, when we surrender ourselves in the presence of God, hallelujah, we are breaking up ourself, our inner being in the presence of God. കർത്താവിന് താല്പര്യമുള്ളതായ കാര്യം, അങ്ങനെയുള്ള ഒരു മനസ്സിനെ ദൈവം എന്ത് ചെയ്യുന്നില്ല? ദൈവം നിരസിക്കുകയില്ല. He will not despise such
kind of life, such kind of heart. Hallelujah. അതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു മനസ്സിനൊരു മാറ്റം വേണം. അവർക്ക് മാത്രം ഹല്ലേലൂയ കൃപയിൽ ഒരു ആശ്രയം ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ അടുത്ത നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഭാഗ്യവാന്മാർ ആരാധനയുടെ സമയത്ത്, പ്രത്യേകിച്ച് പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ ഓർപ്പിച്ച ഒരു കാര്യമാണ്, നമ്മുടെ എല്ലാവരുടെയും അൾട്ടിമേറ്റ് ഗോൾ എന്താണ്? വാട്ട് ഈസ് അൾട്ടിമേറ്റ് ഗോൾ? അതെ, വി ഹാവ് ടു ബി വിത്ത് അവർ ഗാഡ് ഫോർ ദ എറ്റർണിറ്റി. Hallelujah. Because we know the life in this world is only for temporary. Hallelujah. Only for അത് കഴിഞ്ഞാൽ നമ്മൾ we are heading to that's ഇന്ന് നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ ശരീരം വിട്ടാൽ ചിന്തിക്കേണ്ട കാര്യമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് ഇവിടെ പറയുന്നത് ആ ഒരു കാര്യമാണ്. ഒരു ദാരിദ്ര്യമുണ്ടെങ്കിൽ കൊടുക്കുന്നുവെങ്കിൽ കർത്താവ് പറയുന്നതായ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഹല്ലേലൂയ. നമുക്ക് സ്വർഗരാജ്യം ഹല്ലേലൂയ എനിക്കുള്ളതാണ്, നിങ്ങൾക്ക്. When we come to the 18th chapter 13 and 14 അവിടെ കടന്നു വരുന്നത്, അവിടെ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ we know the prayer of Pharisee and tax collector. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് ഫാരിസിയുടെ പ്രാർത്ഥന നമുക്കൊന്ന് മാറ്റിവെക്കാം. ചുങ്കക്കാരൻ എന്താണ് പ്രാർത്ഥിച്ചത്? ചുങ്കക്കാരനോ വായിച്ചേ. ആ ആ ആ ആ Please read that in English also. Thank you. Amen. Praise the Lord. ഇവിടെ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്ന കർത്താവ് ഇവിടെ പറയുന്നതായ ഒരു കാര്യമാണ്. ഹല്ലേലൂയ. നമ്മുടെ വിഷയം ആത്മാവിൽ ഉള്ള ദാരിദ്ര്യം. ഈ രണ്ടുപേരും പ്രാർത്ഥിച്ചു. നമുക്കറിയാം, രണ്ടുപേരെന്ന് പറയുമ്പോൾ ഇന്ന് പൽക്കാലം നാനും അല്പം കൂടെ ഒന്ന് പുറകോട്ട് പോയാൽ രണ്ടുപേര് ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധിക്കാൻ പോയതാണ്. ഹല്ലേലൂയ. പക്ഷെങ്കിൽ ഹല്ലേലൂയ ഒരു ആരാധന ദൈവം അംഗീകരിച്ചു, മറ്റേ ആരാധന ദൈവം അംഗീകരിച്ചില്ല. One was accepted by Almighty God, one was rejected. Hallelujah. Here, hallelujah, two people, they came to the temple of God to prayer. One prayer was accepted, another prayer was not accepted. Hallelujah. They accepted prayer ne kuricha അതായത് അവിടെ നമ്മൾ വായിക്കുന്നത് എന്താണ്? അവൻ നീതീകരിക്കപ്പെട്ടവനായി. Praise the Lord. Hallelujah. ഒന്ന് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ, I tell you that this man rather
ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് നാം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും. ആമേൻ. എന്നാൽ നമ്മൾ നമ്മെ തന്നെ ഹംബിൾ ചെയ്താൽ സംഭവിച്ചത് ഇതാണ്. സന്നിധിയിൽ ഹംബിൾ ചെയ്തത് കൊണ്ട് തന്നെ താഴ്ത്തി മാറിയവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് താല്പര്യപ്പെടുന്നത് ലോക്കൽ ചർച്ചിന്റെ അംഗമായി തീരുവാൻ എളുപ്പമുള്ള സംഗതിയാ അല്ലേ? കുറച്ച് നാളെന്ന് ഒന്നിച്ച് ഹല്ലേലൂയ നമ്മൾ തുടർച്ചയായിട്ട് ഒരു ചർച്ചിൽ നമ്മൾ പോവുകയാണെങ്കിൽ ചർച്ചിന്റെ മെമ്പറായി തീരും. ഹല്ലേലൂയ. ആമേൻ. എന്നാൽ ദൈവികമായ അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെതായ ചർച്ചിലെ മെമ്പറായി മാറണമെങ്കിൽ അതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്കെന്നുണ്ടായിരിക്കണം, ആത്മാവിലൊരു ആഗ്രഹമുണ്ടായിരിക്കണം വളരുവാൻ. ഹല്ലേലൂയ. ഒരു താല്പര്യമുണ്ടായിരിക്കണം. കർത്താവിന്റെ കൃപയിൽ നമുക്ക് ആശ്രയമുണ്ടായിരിക്കണം. അത് കർത്താവ് ഇന്ന് പകൽക്കാലം കടന്നു വരുന്നുവെങ്കിൽ എൻ്റെ കർത്താവിനോടൊപ്പം എനിക്ക് എടുക്കപ്പെടണമെന്നുള്ളതായ ഒരു മനസാന്നിധ്യം എനിക്കുണ്ടായിരിക്കണം, ഒരു ഒരുക്കമുണ്ടായിരിക്കണം. നന്നായിരിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യമാണ്. പക്ഷെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന എന്തുമാത്രം നന്മകളാണ് നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. നമ്മളെ നന്മകൾ നമ്മൾ കഴിഞ്ഞ ദിവസം ആരാണ്ട് സംസാരിച്ചത്, അത് സബിനാണോ സംസാരിച്ചത്? ആമേൻ. പൈസ ഇട്ട കൊടുത്ത കാര്യം അല്ലേ? ആമേൻ. അപ്പോൾ ആരാണ്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടുകൊണ്ട് കഴിഞ്ഞു. അത് ഉയരത്തിൽ നിന്ന് പൈസ ഇട്ടിട്ട് അവന് കൊടുത്ത് അവൻ അത് പോക്കറ്റിലിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. പാസ് ചെയ്യാനുണ്ട്, മെസ്സേജ് ചെയ്യാനായിട്ടുണ്ടായിരുന്നേ. ഹല്ലേലൂയ. അപ്പോൾ ഈ പൈസ ഇട്ട് കൊടുത്തവരെല്ലാം പൈസ പോക്കറ്റിലോട്ട് ഇട്ട് കടന്നുപോയി. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കല്ലുണ്ടായിരുന്നു. ആ കല്ലെടുത്ത് തലയിലോട്ട് ഇട്ട് കൊടുത്തു. എന്ന് പറഞ്ഞ് മുകളിലോട്ട് നോക്കുന്നത്. ആമേൻ. കല്ലെടുത്തും തല വീണ് കഴിഞ്ഞപ്പോൾ മുകളിലോട്ട് നോക്കി. ഹല്ലേലൂയ. ഇന്ന് പൽക്കാൻ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കൊന്ന് മുകളിലോട്ട് നോക്കാം. നമ്മുടെ കർത്താവിന് ചിലത് പറയാനുണ്ട്. ഇന്ന് പൽക്കാലം ഞാൻ നിങ്ങളോട് സംസാരിച്ചു. ഹല്ലേലൂയ. കർത്താവ് പറയുന്നത് നമുക്കൊരു ദാരിദ്ര്യം, ഹല്ലേലൂയ, ആത്മാവിലൊരു ദാരിദ്ര്യം നമുക്കുണ്ടായിരിക്കണം. Hallelujah. We need to have more. Grace of God. Hallelujah. More gift of God. ദൈവമായി കർത്താവിന്റെ സാന്നിധ്യം കൂടുതലായി അനുഭവിക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ പ്രിയപ്പെട്ടവരെയാണ് കർത്താവ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. പ്രൈസ് ദി ലോർഡ്. ദൈവമേ, ഇന്ന് പൽക്കാലം ഞാൻ തള്ളപ്പെട്ടു പോകുന്നവരുടെ കൂട്ടത്തിലല്ല, അവൻ കൂട്ടിച്ചേർക്കുന്നവരുടെ കൂട്ടത്തിലായി തീരുവാൻ എന്നെയും ഒരുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.
ഹല്ലേലൂയ. നമുക്ക് തുടർന്നുള്ളതായ സമയം ഇംഗ്ലീഷ് പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കാമല്ലോ. Praise God. Hallelujah. Thank you, Jesus.